ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ പറഞ്ഞു വിട്ട ആ വാടക കൊലയാടി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെ പുറകുവശത്തെ വാതിലൂടെ അടുക്കളയിലേക്ക് കയറുകയും പലഹാരത്തിൽ ആ വിഷം ചേർത്ത് തേൻ പുരട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന പ്രതാപൻ കരുണയോടും മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, നാളെ ആ പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആശുപത്രിയിലാവും, വയറ് കഴുകേണ്ടി വരും, അതോടുകൂടി അവളുടെ വയറ്റിൽ മുളപൊട്ടിയിരിക്കുന്ന ആ കുഞ്ഞും പോകുമെന്ന് പറയുമ്പോൾ ഇനി ലേഖയായിരിക്കും ആ പലഹാരം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മോഹിനി ഉണ്ടാക്കിയ പലഹാരം ലക്ഷ്മിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അതുകൊണ്ട് അവൾ അത് കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇത് ചെയ്തവനെ സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പ്രതാപം പറയുമ്പോൾ കണ്ണേട്ടന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാവുന്ന കരുണ പറയുന്നുണ്ടെങ്കിലും തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, മോഹിനിയുടെ മുന്നിൽ അധികം സന്തോഷവും കാണിക്കണ്ട, കുഞ്ഞു പോകുമ്പോൾ സങ്കടം ഉണ്ടെന്നേ അവൾക്കും തോന്നാവൂ, നമ്മൾ മാത്രം ഉള്ളപ്പോൾ നമുക്ക് മതി മറിഞ്ഞ് സന്തോഷിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അങ്ങനെ ഇത്തവണ അവസാനം അവരുടെ ആ പദ്ധതി ലക്ഷ്യത്തിലെത്തിയെന്നും അവരോട് ചെയ്തതിനൊക്കെ മോഹിനിയോടും മഹാലക്ഷ്മിയോടും അന്ന് രാത്രി തന്നെ പ്രതികാരം തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ മൂന്ന് പേരും. പിറ്റേന്ന് രാവിലെ തന്നെ അടുക്കളയിലെത്തുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആ പലഹാരം എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ മഹിക്ക് തീരെ വയ്യാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയ്യലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവശ്യ നിലയിലാവുന്നുണ്ട് മഹി. ഛർദിയും അസ്വസ്ഥതയും കാരണം മഹി വല്ലാതാവുന്നു. അപ്പോൾ അനന്തു ആണെങ്കിലും അവിടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്താ ലേഖ, എന്താ മഹിക്ക് സംഭവിച്ചതെന്ന് അനന്ത് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അനന്തു ഏട്ടാ, മഹിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, മഹിയുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയ പലഹാരം കഴിച്ചതിൽ പിന്നെയാണ് മഹിക്ക് ഛർദിൽ തുടങ്ങിയതെന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് മഹിയെ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം തന്നെ മഹിയെ അഗസ്ത്യകൂടത്തിൽ എത്തിക്കുന്നു. ഇത്തവണ കണ്ണന് ശത്രുക്കളുടെ ചതി ഒന്നും മനസ്സിലാകാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ കണ്ണൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് മാർക്കോ കണ്ണനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സാറേ, മേഘൻ അവനെ ഞാൻ കണ്ടിരുന്നു, ജഡം കണക്കെ കിടക്കുകയാണ് അവൻ, ഞാൻ പറഞ്ഞതൊന്നും അവന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും പറയാനുള്ളതൊക്കെ ഞാൻ അവൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. സാർ ഏതായാലും ഒന്ന് സൂക്ഷിക്കണം, മേഘനെ വീണിട്ടുള്ളൂ, പ്രതാപനുൾപ്പെടെ പലരും ഇനിയും കഴുകൻ്റെ കണ്ണുകളുമായിട്ട് നടക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ പ്രതാപനെ SI സ്റ്റേഷനിൽ കയറ്റി നല്ല സ്വീകരണം കൊടുത്തിട്ടുണ്ട്. മഹിയുടെ അമ്മയെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിച്ചതച്ചതിന് അതിനും അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികാരം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. മഹി പിന്നെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലായതുകൊണ്ട് അയാളെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കാണിക്കുന്നത് കരുണ കമലേശ്വരത്ത് തിരികെ എത്തുന്നു. അപ്പോൾ കരുണയുടെ മുഖത്തെ സന്തോഷം കാണുന്ന ഉണ്ണിയാണെങ്കിൽ, എന്താ കരുണ നിൻ്റെ മുഖത്ത് പതിവില്ലാത്ത തെളിച്ചം കാണുന്നുണ്ടല്ലോ, നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല ഉണ്ണിയേട്ടാ, എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും ഏറ്റ അപമാനത്തിന് അതേ രാത്രി തന്നെ അച്ഛൻ അവളോട് പ്രതികാരം തീർത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം കരുണ ഉണ്ണിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അത് മറ്റാരെങ്കിലും എടുത്ത് കഴിക്കൂ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ പലഹാരം ലക്ഷ്മി ആർത്തിയോടെ കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് ഇത്തവണ ആ വിഷം അവളുടെ ഉള്ളിൽ ചെല്ലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കണ്ണേട്ടനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാവും. കണ്ണേട്ടനെ നേരത്തെ ഞാൻ വിവരം അറിയിക്കാനിരുന്നതാണ്, പക്ഷേ അച്ഛനാണ് പറഞ്ഞത് ആരും ഇത് ഫലസിദ്ധിയിൽ വരുന്നത് വരെ ആരും അറിയേണ്ടെന്ന് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും കണ്ണേട്ടനെ വിവരം അറിയിക്കാം, കണ്ണേട്ടൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയാണ് ഇന്ന് കണ്ണേട്ടന് കേൾക്കാൻ സാധിക്കും. കണ്ണേട്ടനെ വഞ്ചിച്ചിട്ട് പോയ അവരുടെ വയറ്റിലിരുന്ന കുഞ്ഞ് ഇന്ന് മിക്കവാറും അവളുടെ വയറ്റിൽ വെച്ച് തന്നെ കത്തിപ്പോവും. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, പക്ഷേ അവരുടെ കുഞ്ഞു പോകും എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് എന്താ ഉണ്ണി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ കണ്ണേട്ട, കരുണയുടെ അച്ഛനെയും മുത്തശ്ശിയെയും ജയിലിൽ കയറ്റിയതിനും കരുണയുടെ അച്ഛനെ തല്ലിച്ചതച്ചതിനും അതേ രാത്രി തന്നെ കരുണയുടെ അച്ഛൻ അവരാരും അറിയാതെ അവരോട് പ്രതികാരം തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണി കണ്ണനെ അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് ശരിക്കും പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഹിക്ക് എന്തെങ്കിലും ആപത്ത് ഇതിനൊക്കെ സംഭവിച്ചു കാണുമോ, അയാൾ ആ പലഹാരം എടുത്ത് കഴിച്ചു കാണുമോ എന്നാലോചിച്ച് വല്ലാതാവുന്നുണ്ട് കണ്ണൻ. ശേഷം ഉടനെ തന്നെ കണ്ണൻ മഹിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആകെപ്പാടെ വല്ലാതെ തന്നെ ടെൻഷൻ ആവുന്നുണ്ട് കണ്ണന്. ഏതായാലും മഹിയെ അനന്തവും ലേഖയും കൂടി തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മഹിയുടെ അവസ്ഥ കണ്ട് തോമസ് ഡോക്ടറും ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിയുടെ പൾസ് പരിശോധിക്കുന്ന ഡോക്ടർക്ക് വൈദ്യർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, മഹിയുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള ഒരു വിഷം കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വൈദ്യന് മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ മഹിയുടെ ആ ഒരു തളർച്ചയൊക്കെ ഒന്ന് മാരക വിഷം പുറന്തള്ളാൻ വേണ്ടിയിട്ട് വൈദ്യനാണെങ്കിൽ ഒരു പ്രത്യേക ഔഷധക്കൂട്ട് മഹിക്ക് തയ്യാറാക്കി നൽകുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ മഹിയുടെ അവശതയും തളർച്ചയൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. തുടർന്ന് വൈദ്യൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കിടക്കട്ടെ എന്നും മാരകമായിട്ടുള്ള ഒരു വിഷമാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ളത്. അതിൻ്റെ വീര്യം കെടുത്താനുള്ള ഒരു പ്രത്യേക ഔഷധക്കൂട്ട് മഹാലക്ഷ്മിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും വൈദ്യൻ പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ അനന്തവും ലേഖയും. ഇതേ സമയം കണ്ണൻ അനന്തുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനന്തുവാണെങ്കിൽ വേഗം തന്നെ കണ്ണനോട് അഗസ്ത്യകൂടത്തിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ വിവരം അറിഞ്ഞ് വേഗം തന്നെ അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, മഹിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മഹിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നും വൈദ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അനന്തവും കണ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ആ ഒരു വാർത്ത കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ആ പ്രതാപനാണ് ചെയ്ത ചതിയാണ് അനന്തു ഇത് ഉണ്ണി തന്നെയാണ് എന്നോട് നേരിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇനി ഈ നാടകങ്ങളി ഇനിയെങ്കിലും നീ അവസാനിപ്പിക്കണം കണ്ണാ. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് നീ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ പ്രതാപന് മറ്റാരുമല്ല നീ തന്നെയാണ് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് അനന്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. അങ്ങനെ കണ്ണനാണെങ്കിലും ഈ നാടകം അവസാനിപ്പിച്ച് അയാൾക്ക് പ്രതാപന് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ പ്രതാപന് നല്ല ശിക്ഷ കൊടുക്കാൻ തന്നെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ തന്നെയാണ്. പിന്നീട് അമ്മ മഹിയെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് എത്തുന്നുണ്ട്, അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട്. അബോധാവസ്ഥയിൽ കിടക്കുന്ന മഹിയുടെ നെറ്റിയിലേക്ക് പൂജിച്ച ഭസ്മം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ അതോടുകൂടി തന്നെ ശരീരത്തിൽ ഒരു തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ മഹിക്ക് തോന്നുകയും മഹി കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കണ്ണനും അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിലും ഈ നാടകം എല്ലാം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ഇതോടുകൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്